നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അട്ടപ്പാടിയിലുള്ള താവളം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്കായി ഒരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷ കർത്താവ് അനേകം കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുന്നതായി സാക്ഷ്യ ലെറ്ററുകൾ അച്ഛന് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് കുടുംബങ്ങളെ സന്ദർശിക്കുന്ന അനുഭവങ്ങൾ അനേക കുടുംബങ്ങളിൽ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുകയാണ്. അച്ഛൻ അതിരമ്പുഴ കൺവെൻഷന് ചെന്നപ്പോൾ ഒരു കുടുംബം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ വേണ്ടി വന്നാൽ ആ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കുടുംബത്തിൽ ഡെലിവറൻസ് നടക്കും, എങ്ങനെ കുടുംബത്തിൽ വിടുതൽ ഉണ്ടാകും, എങ്ങനെ ജീർണതകൾ മാറും, എങ്ങനെ തടസ്സങ്ങൾ മാറും എന്ന് എനിക്ക് ഉൾക്കാഴ്ച കിട്ടിയ ഒരു സംഭവം അതിരമ്പുഴ കൺവെൻഷനിൽ വെച്ചിട്ട് ഒരു കുടുംബം വെളിപ്പെടുത്തി. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ജെന്നി. ഞാൻ കൂടല്ലൂർ സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഈ സാക്ഷി ഇവിടെ പറയുന്നത്. വിവാഹ തടസ്സമായിരുന്നു എൻ്റെ സഹോദരന്. വിവാഹ തടസ്സമായിട്ട് കുടുംബം ദുഃഖത്തിലായിരുന്നു. 25-ാമത്തെ വയസ്സ് മുതൽ അവന് വിവാഹ ആലോചനകൾ നടന്നു. ഓരോന്നും ഉറപ്പിക്കും, ഒത്തുകല്യാണം വരെ ആകും, എന്നാൽ കല്യാണം നടക്കുകയില്ല. അങ്ങനെ ബന്ധുക്കളെയൊക്കെ ഞങ്ങൾ വിളിക്കും. ഓരോ ഇങ്ങനെ, അതായത് ഒത്തുകല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം വിളിക്കും, അപ്പൊ കല്യാണം ഇല്ല. അല്ല, അങ്ങനെ 14 വർഷം. എന്റെ പിതാവേ, 14 വർഷം. 25 വയസ്സ് തുടങ്ങിയതാണ്. 14 വർഷക്കാലമായി ഞങ്ങൾ വിവാഹാലോചന വയസ്സിന്റെ അടുത്തേക്ക് എത്തി നടത്തി. അങ്ങനെ മാനസികമായി ആകെ ഞങ്ങൾ. അപ്പൊ നിങ്ങൾ ചിന്തിച്ച കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ മനസ്സിന്റെ ഒരു ഭാരം, ഒരു മനസ്സിനൊരു ഒരു ദുഃഖം ഉണ്ടായി. ഒരു ദുഃഖമല്ല, ഒരു സംഗതിയില്ലേ, എന്തോ ഒരു വിഷമമായിരിക്കും അത്. അങ്ങനെ ആകെ തകർന്ന അവസ്ഥയിൽ ഞങ്ങളപ്പോൾ കോട്ടയം 2009 കോട്ടയം അഭിഷേകാഗ്നി കൺവെൻഷൻ ഞാനും എൻ്റെ സഹോദരനും പങ്കെടുക്കുകയും അവിടെ വെച്ച് ആരാധനയുടെ സമയത്ത് വട്ടായിലച്ചൻ വിളിച്ച് പറഞ്ഞു, വിവാഹ തടസ്സമായ നിൽക്കുന്ന മക്കളുടെ വിവാഹ തടസ്സം മാറുന്നെന്ന് വിളിച്ച് പറഞ്ഞു. ഞങ്ങളങ്ങനെ വിശ്വസിക്കുകയും അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം സഹോദരൻ്റെ വിവാഹം നടക്കുകയും ചെയ്തു. 25 വയസ്സ് തുടങ്ങി 14 വർഷങ്ങളായി ആലോചിച്ച് ഉറപ്പിച്ച് ഒത്തുകല്യാണങ്ങൾ, അതിന് എല്ലാവരും ബന്ധുക്കളെ വിളിച്ച് നടത്തി. ഇതൊക്കെ മാറിപ്പോയി. അങ്ങനെ കല്യാണം വിവാഹ തടസ്സം നിമിത്തം ബുദ്ധിമുട്ടുന്ന കുടുംബത്തിൽ ഇവരൊരു ഇതേപോലെ ശുശ്രൂഷ പങ്കെടുത്ത് ആ വെഞ്ചിരിപ്പ് പ്രാർത്ഥനകളും വിടുതൽ ശുശ്രൂഷകളും സ്വീകരിച്ചു. അപ്പോൾ കർത്താവ് അനൗൺസ് ചെയ്തു, ഇതേ കല്യാണ തടസ്സമുള്ള വിവാഹ തടസ്സമുള്ള കുടുംബത്തിൽ നിന്ന് കർത്താവ് വിവാഹ തടസ്സം എടുത്തു മാറ്റുന്നു. അപ്പോൾ ഇവരത് അക്സെപ്റ്റ് ചെയ്തു, സ്വീകരിച്ചു. അതോടുകൂടി ആ തടസ്സം അങ്ങോട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷോപലക്ഷം കുടുംബങ്ങളിൽ ഈ സമയം, ഇതേ സമയം തന്നെ ദൈവമക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. ഇത് വലിയൊരു ആത്മീയ അഭിഷേകത്തിൻ്റെ നിമിഷമായി കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, തീ അയക്കണമേ, തകർന്ന കുടുംബങ്ങളെ സന്ദർശിക്കണമേ. ഓ ഹോളി പവർ, ഫയർ, അഗ്നിയായി നിറയണമേ, ആത്മാവേ, അഗ്നിയായി നിറയണമേ, പാപത്തിൽ ശക്തി വേണ്ടി അഗ്നിയായൂ, ശക്തി വേണ്ടി അഗ്നിയായൂ, തകർച്ചന ശക്തി വേണ്ടി അഗ്നിയായൂ, ആത്മാവ ദൈവമേ അഗ്നിയായൂ, പാപത്തിൽ ശക്തി വേണ്ടി അഗ്നിയായൂ, രോഗത്തിൽ ശക്തി വേണ്ടി അഗ്നിയായൂ,
തകർച്ചയുടെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. ആത്മാവ ദൈവമേ അഗ്നി അയക്കൂ. കൈയടിച്ച് ശക്തി വേണ്ടി അഗ്നി അയക്കൂ. Holy Spirit. രോഗത്തിന്റെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. തകർച്ചയുടെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. പരിശുദ്ധാത്മാവേ ദൈവമേ അഗ്നി അയക്കൂ. പരിശുദ്ധാത്മാവേ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. രോഗത്തിന്റെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. തകർച്ചയുടെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. ദാഹിച്ച് ദൈവമേ അഗ്നി അയക്കൂ. വലിയ ആഗ്രഹത്തോടെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. പാടി പ്രാർത്ഥിക്കുന്നു. അഗ്നി അയക്കൂ. തകർച്ചയുടെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. അരുവിയേ ദൈവമേ അഗ്നി അയക്കൂ. അരുവിയേ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. രോഗത്തിന്റെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. തകർച്ചയുടെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. ഓരോ കുടുംബങ്ങളിലേക്ക് ദൈവമേ അഗ്നി ഓരോ ജീവിതങ്ങളിലേക്ക് ശക്തി വേണ്ടി അഗ്നി അയക്കൂ. Glory, glory. രോഗത്തിന്റെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. ശക്തി. തകർച്ചയുടെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. പരിശുദ്ധാത്മാവേ ദൈവമേ അഗ്നി അയക്കൂ. ക്ഷീണത്തിലേക്ക് രോഗത്തിലേക്കും അഗ്നി അയക്കൂ. പാപത്തിലേക്ക് ദുഃഖത്തിലേക്കും ശക്തി വേണ്ടി അഗ്നി അയക്കൂ. അത്ഭുത ശക്തി ആവരിക്കുന്നു. ശക്തി വേണ്ടി അഗ്നി അയക്കൂ. Holy power. ദൈവമേ അഗ്നി Holy അയക്കൂ. Spirit. പാപത്തിന്റെ ശക്തി വേണ്ടി Holy അഗ്നി fire. അയക്കൂ. രോഗത്തിന്റെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. തകർച്ചയുടെ ശക്തി വേണ്ടി അഗ്നി അയക്കൂ. ആത്മാവ ദൈവമേ Glory, 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 glory. Glory, glory. അഗ്നി അയക്കൂ. ആരാധന, ആരാധന, ആരാധന. അഗ്നി അയക്കൂ. ആരാധന, ആരാധന. ആത്മാവ ദൈവമേ അഗ്നി അയക്കൂ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ ആരാധന 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 ആരാധന. കുടുംബങ്ങളുടെ രാജാവേ ആരാധിക്കുന്നു. ശൂന്യങ്ങൾ മാറട്ടെ കർത്താവേ. കുടുംബങ്ങൾ ഉയരട്ടെ കർത്താവേ. അഭിഷേകം പ്രാപിക്കട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആരാധന 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 ആരാധന. എല്ലാ ക്ഷീണങ്ങളെയും ശാസിക്കുന്നു കർത്താവേ. എല്ലാ തിന്മകളെയും ശാസിക്കുന്നു. എല്ലാ അന്ധകാരങ്ങളും യേശു നാമത്തിൽ ശാസിക്കുന്നു. പൈശാചിക പീഡകളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത കുടുംബങ്ങൾ യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. വഴക്കും കലഹങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്ന് വഴക്കും കലഹങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. കൃപയുടെ അഭിഷേകം നിറയട്ടെ. സ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ. സന്തോഷത്തിന്റെ അഭിഷേകം നിറയട്ടെ. ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. ആരാധന ആരാധന. യേശുവേ യേശുവേ സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുലിഖിതം. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ദൈവമേ, മലമുകളിൽ നിന്ന് കുതിച്ചു ചാടി ഒഴുകി വരുന്ന മലവെള്ളം പോലെ ഈ കുടുംബങ്ങളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. വിണ്ടുണങ്ങിയ മാനസങ്ങൾ ഇപ്പോൾ ദൈവകൃപയുടെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ നനഞ്ഞു കുതിർന്ന അഭിഷേകം കൊണ്ട് നിറയട്ടെ. കർത്താവെ സ്പർശിക്കണമേ. ഓരാത്മാക്കളെ സ്പർശിക്കണമേ കർത്താവെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയെ നിസ്സാരവൽക്കരിക്കരുത് എന്നതിനെ കുറിച്ചാണ്. പ്രാർത്ഥനയിൽ നാം ശ്രദ്ധിക്കണം. ഒരു പ്രാർത്ഥനയും നാം അവഗണിക്കരുത്. ദൈവമക്കൾ ഇതിനെക്കുറിച്ച് ഒരു പരിജ്ഞാനം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലിഖിതത്തിൽ യേശു പഠിപ്പിക്കുന്നൊരു പ്രബോധനമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 31-32 തിരുലിഖിതങ്ങൾ. യേശു പറഞ്ഞു, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ ഗോതമ്പ് പോലെ നിങ്ങളെ പാറ്റാൻ ഉദ്യമിച്ചു. നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ദൈവപുത്രനായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ശിമയോൻ ശിമയോൻ, ഇതാ ഗോതമ്പ് പാറ്റുന്നത് പോലെ നിങ്ങളെ പാറ്റി പറപ്പിക്കാൻ സാത്താൻ ഉദ്യമിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? പിശാച് യേശുവിൻ്റെ കൂടെ രാവും പകലും നടന്നുകൊണ്ടിരുന്ന ആ ശിഷ്യന്മാരിൽ തലപ്പെട്ട ശിഷ്യനെ, മുഖ്യമായ ഒരു സ്ഥാനത്തേക്ക് കർത്താവ് വിചാരിച്ചിരുന്ന ആ ശിഷ്യനെ പാറ്റിക്കൊഴിക്കാൻ, പാറ്റി പറപ്പിക്കാൻ പിശാച് ഉദ്യമിച്ചു. അവൻ പുറപ്പെട്ടു, അവൻ പരിശ്രമിച്ചു, അവൻ അധ്വാനിച്ചു, അവൻ അതിനു വേണ്ടിയുള്ള വേലകൾ ചെയ്തു എന്ന് യേശു പറയുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കെതിരെ ഈ സാത്താൻ പ്രവർത്തിക്കുകയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഒരുപക്ഷെ സാത്താൻ, പിശാച്, ദുഷ്ടാരൂപി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിജ്ഞാനം ഒരുപക്ഷെ കാണുകയില്ലായിരിക്കാം. ഇന്ന് അനേകം വ്യക്തികളെ സാത്താൻ വളരെ കൗശലപൂർവം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. അജ്ഞത കൊണ്ട്, അന്ധത കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് പരിജ്ഞാനം ഇല്ലാത്തവരാക്കി അവരെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അവർ ചിന്തിക്കുകയാണ്, അങ്ങനെ ഒരു പിശാചൊന്നും ഇല്ല, അങ്ങനെ ഒരു സാത്താനൊന്നും ഇല്ല. അത് തിന്മ എന്ന് പറയുന്നത് നന്മയുടെ ആബ്സൻസ്. ഇരുട്ട്, പ്രകാശത്തിൻ്റെ അസാന്നിധ്യമാണ് ഇരുട്ട്, പ്രകാശത്തിൻ്റെ ആബ്സൻസ് ആണ് ഇരുട്ട്. അതുപോലെ നന്മയുടെ ആബ്സൻസ് ആണ് തിന്മ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ തിരുസഭയ്ക്ക്, യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ലോകത്തെ പഠിപ്പിക്കാൻ ഒരു പ്രബോധനമുണ്ട്. അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കത്തോലിക്ക സഭ ഇതിനെക്കുറിച്ച് പല ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രബോധനം നമ്മൾ കാണുന്നത് 2850 ഖണ്ഡികയിലാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. നമ്മുടെ പിതാവിനോടുള്ള യേശുവിൻ്റെ അവസാനത്തെ യാചനാ പ്രാർത്ഥനയിലും ഈ കാര്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുലിഖിതങ്ങൾ നമ്മൾ വായിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലെ ഒരു നിശ്ചിത ഭാഗം വന്നപ്പോൾ യേശു തൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പിതാവേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് യേശു അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? 2851 ഖണ്ഡികയിലാണ് തുടർന്ന് നാം ഇത് കാണുന്നത്. ഈ യാചനാ പ്രാർത്ഥനയിൽ തിന്മ ഒരു അമൂർത്ത അവതരണം മാത്രമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പ്രതിയോഗിയെ പോലെ ഒരു എതിർ ശക്തി ഒരു ആത്മീയ ജീവിതത്തിനുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു എതിർ ശക്തി ഉണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു എതിർ ശക്തി ഉണ്ട്. ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു എതിർ ശക്തി ഉണ്ട്. ഒരു ഇടവകയ്ക്ക് ഒരു എതിർ ശക്തി ഉണ്ട്. ഒരു ധ്യാന കേന്ദ്രത്തിന് ഒരു എതിർ ശക്തി ഉണ്ട്. അതാണ് പറയണത്. ഈ യാചനാ പ്രാർത്ഥനയിൽ തിന്മ ഒരു അമൂർത്ത അവതരണം മാത്രമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് വീണ്ടും സഭ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പ്രവർത്തനത്തിൻ്റെയും മുമ്പിൽ പ്രതിബന്ധമായി തന്നെ തന്നെ സ്ഥാപിക്കുന്നവനാണ് പിശാച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയുടെയും യേശുക്രിസ്തുവിൽ പൂർത്തിയാകാനിരിക്കുന്ന രക്ഷാകര പ്രവർത്തനങ്ങളുടെ എല്ലാം മുമ്പിൽ ഒരു പ്രതിബന്ധമായി എന്ന് പറഞ്ഞാൽ അതിനെ ഒരു തടസ്സപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു എതിർ ശക്തിയായി സാത്താൻ നിലകൊള്ളുകയാണ്. അത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ കുടുംബത്തിൽ ഒരു നല്ല കാര്യം അങ്ങനെ ആലോചിച്ച് കൊണ്ടുവരുമ്പം ആരെങ്കിലും ഒരാൾ വന്ന് നേരെ തടസ്സം നിൽക്കും. അല്ലെങ്കിൽ ഒരു ഇടവകയിൽ ഒരു നല്ല കാര്യം ഇങ്ങനെ എല്ലാം കൂടെ നല്ല ക്ലൈമാക്സ് വരുമ്പോൾ അതിന് മുകളിൽ എന്തെങ്കിലും ഒരു തടസ്സം വരും.
പ്രിയപ്പെട്ട എല്ലാ മണ്ഡലങ്ങളും വ്യക്തിപരമായ ജീവിതത്തിൽ നന്നായി പ്രാർത്ഥിച്ച് എല്ലാ കൃപയിൽ ഇങ്ങനെ ഉയർന്ന് ധ്യാനമൊക്കെ കൂടി ടോപ്പ് അഭിഷേകം നിൽക്കുന്ന സമയത്ത് അതെല്ലാം നശിപ്പിക്കാൻ പറ്റിയ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മ വെറും ഒരു ആശയമല്ല, തിന്മ വെറും ഒരു എന്തെങ്കിലും നന്മയുടെ ആബ്സൻസ് അല്ല. അത് ഒരു പ്രതിയോഗിയെ പോലെ, ഒരു വ്യക്തിയെ പോലെ അവിടെ സാത്താൻ അല്ലെങ്കിൽ അധപ്പതിച്ച മാലാഖ പ്രവർത്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അധപ്പതിച്ച മാലാഖ, പിശാച്, സാത്താൻ എന്ന് വിളിക്കുന്ന തിന്മ പ്രവർത്തിക്കുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, ചുരുങ്ങിയ സമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ് അരീശം പൂണ്ട പിശാച് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു ശ്രദ്ധയില്ലാതിരുന്നാൽ ഇതിൻ്റെ ചില ശല്യങ്ങൾ, ചില പീഡകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. നോക്കുക, യേശു ശിമയോൻ പറയാണ്, ശിമയോൻ ശിമയോൻ, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിങ്ങളെ പാറ്റാൻ സാത്താൻ ഉദ്യമിച്ചു. നോക്ക്, യേശുവിൻ്റെ കൂടെയുള്ള ആളുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലും ഇതിൻ്റെ ഒരു ഉപദ്രവം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ യേശു പറഞ്ഞത് ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള പ്രാർത്ഥന ചേർത്തത്. വീണ്ടും വിശുദ്ധ കുർബാനയിൽ സീറോ മലബാർ സഭ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിനുശേഷം വൈദികം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ദുഷ്ടാരൂപികളിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവസന്നിധിയിൽ സഭയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണത്. ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണത്. ദുഷ്ടാരൂപികളിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കൊറിന്തോസ്യർ എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം അതിൽ 3ഉം 4ഉം തിരുലിഖിതങ്ങൾ ശ്ലീഹ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡീക പോരാട്ടമല്ല ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ അവ ശക്തങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ദൈവ പൈതലിന്, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്, ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യന് ഓരോ ആയുധങ്ങളും, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകമല്ല, സാത്താൻ്റെ ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ ശക്തങ്ങളായ ആയുധങ്ങൾ ഒരു ദൈവ പൈതലിന് വേണം. സ്ലീഹ പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ജഡീക പോരാട്ടമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ശക്തങ്ങളായ ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ ശക്തങ്ങളായ ആയുധങ്ങൾ ഉപയോഗിച്ച് അന്ധകാര ലോകത്തോട് ഞങ്ങൾ പോരാട്ടത്തിലാണ് എന്ന് സ്ലീഹ പഠിപ്പിക്കുകയാണ്. സഭ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ പ്രാർത്ഥനകളും വിലയുള്ളതാണ്. ജപമാല വിലയുള്ളതാണ്, കുർബാന വിലയുള്ളതാണ്, നന്ദി പ്രകാശനം വിലയുള്ളതാണ്, സ്തുതിപ്പ് വിലയുള്ളതാണ്, ദൈവവചനം വായിക്കലും അത് കാണാതെ പറയുന്നതും വിലയുള്ള പ്രാർത്ഥനയാണ്, വിശ്വാസ പ്രമാണം വിലയുള്ള പ്രാർത്ഥനയാണ്, കുരിശിൻ്റെ വഴി വിലയുള്ള പ്രാർത്ഥനയാണ്, സന്ധ്യാപ്രാർത്ഥന വിലയുള്ളതാണ്. ഒരു ദൈവഭയത്തിൽ അതിനൊന്നും നിസ്സാരമായി കണക്കാക്കരുത്. സാത്താനുമായുള്ള ഈ ഒരു പോരാട്ടത്തെ ഗൗരവമായി കരുതുന്നുണ്ടെങ്കിൽ പ്രിയ വിശ്വാസി, നീ പ്രാർത്ഥനയെ ഗൗരവത്തിൽ തന്നെ എടുക്കണം. പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ വേണ്ടി ഉത്സാഹിക്കണം, വേറെ ആർക്കും വേണ്ടിയില്ല. നിന്റെ ജീവിതത്തിൽ ദുഷ്ടാരൂപിയുടെ പീഡ നിന്നെ ഗ്രസിക്കാതിരിക്കാൻ നീ ഇങ്ങനെയുള്ള ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കണം. പിശാച് പറയും സാരയില്ല, ഉപേക്ഷിക്കുക. കാരണം ഈ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചാലാണ് പിശാചിന് നിന്നെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കണ്ട, കൊന്ത ചെല്ലണ്ട, പള്ളിയിൽ പോകണ്ട, കുർബാനയ്ക്ക് പോകണ്ട, കുമ്പസാരിക്കണ്ട. ഇങ്ങനെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് നിന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരു അലസത, ഒരു പ്രത്യേക തരത്തിലുള്ള മന്ദത, ഒരു തടസ്സം, ഒരു ഉത്സാഹമില്ലായ്മ നിന്റെ ജീവിതത്തിലേക്ക് സാത്താൻ വിതയ്ക്കും, ലോകം വിതയ്ക്കും. TV കാണാൻ തോന്നും, ആ സമയത്ത് കൂട്ടുകൂടാൻ തോന്നും, ആ സമയത്ത് പല കാര്യങ്ങളും, സന്തോഷത്തിൻ്റെ പല കാര്യങ്ങളും മുഴുകാൻ തോന്നും. പ്രിയ പൈതലേ, അത് ഇന്നത്തെ ഈ സന്തോഷം നാളത്തെ വലിയ കരച്ചിലായി രൂപാന്തരപ്പെടും എന്ന് നീ തിരിച്ചറിയണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് മടങ്ങി വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. 10-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ പറയുകയാണ്, സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതാ പാമ്പുകളുടെയും
തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രിയ ദൈവ പൈതലേ, നീ സാത്താനെയോ തിന്മയെ ഭയപ്പെട്ടിരിക്കണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ അതിൻ്റെ മുകളിലൂടെ ചവിട്ടി നടക്കണം, അതിനെ നീ കീഴ്പ്പെടുത്തണം, അതിനെ തോൽപ്പിക്കണം. അതിന് നിനക്ക് പ്രാർത്ഥന ആവശ്യമാണ്, വിശുദ്ധി ആവശ്യമാണ്, ദൈവത്തോടുള്ള ബന്ധം ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നുണ്ട്. 2852 ഖണ്ഡികയിൽ വിശുദ്ധ അംബ്രോസിൻ്റെ ആ ഒരു വലിയ പ്രബോധനം നൽകപ്പെട്ടിരിക്കുകയാണ്. നിന്റെ തെറ്റുകൾ ക്ഷമിക്കുകയും പാപങ്ങൾ എടുത്തു കളയുകയും ചെയ്യുന്ന കർത്താവ് തന്നെ നിന്നെ സംരക്ഷിക്കുകയും നിന്റെ ശത്രുവായ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. പാപത്തിലേക്ക് നയിക്കുന്ന ശത്രു നിന്നെ സ്തബ്ധനാക്കാതിരിക്കാൻ വേണ്ടിയാണത്. ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നവൻ പിശാചിനെ ഭയപ്പെടേണ്ടതില്ല. ദൈവം നമുക്ക് വേണ്ടിയെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നവൻ പിശാചിനെ ഭയപ്പെടേണ്ടതില്ല. കാരണം അവന് ദൈവം കൂടെയുണ്ട്. മാത്രമല്ല, യേശു പറഞ്ഞു, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന മുറുകെ പിടിക്കണം, വിശുദ്ധി മുറുകെ പിടിക്കണം, കൂടെ കൂടെ കുമ്പസാരിക്കണം, തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഈശോയുടെ അഭിഷേകം നിറഞ്ഞ സ്ലീഹ പഠിപ്പിക്കുകയാണ്, ഇതാ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം അന്വേഷിച്ചുകൊണ്ട് സാത്താൻ ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനെ എതിർക്കണം, പിശാചിനെ എതിർക്കണം, അവനെ ചവിട്ടി മതിക്കണം, അവന്റെ മേൽ അധികാരം സ്ഥാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഗ്ലോറി, ഗ്ലോറി. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. പവർ, പവർ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. കോട്ടകൾ ഉയരട്ടെ, യേശു വിജയക്കൊടി. യേശുവിൻ നാമത്തിനായി കൈയടിച്ച് ശത്രുവിൻ കോട്ടകൾ യേശുവേ, 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 യേശുവേ. യേശുവിൻ നാമത്തിനായി ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. അത്ഭുതത്തിന്റെ ശക്തി അന്ധകാരത്തിന് തല തകർക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വ ലോകങ്ങളെ വഞ്ചിക്കുന്ന സാത്താൻ എന്ന് പിശാചെന്ന് വിളിക്കപ്പെടുന്ന സർപ്പത്തിന് തലയെ തകർക്കുന്ന അത്ഭുത ശക്തി, ദൈവവചന ശക്തി, പരിശുദ്ധാത്മ ശക്തി, യേശു നാമ ശക്തി വ്യാപരിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, ആരാധന, ആരാധന. യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ശാസിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും അന്ധകാരങ്ങളായ ആധിപത്യങ്ങളും ചിഹ്ന ഭിന്നമാകട്ടെ. ഈ കുടുംബങ്ങൾ ഇവരുടെ പരാജയവും നിലനിർത്തുന്ന എല്ലാ നാരികതകളും യേശു നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ആരാധന യേശുവേ, യേശുവേ. ആരാധന, ആരാധന. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത ചൈതന്യ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ഹൃദയങ്ങളും മനസ്സും ധൈര്യം കൊണ്ട് ശക്തി കൊണ്ട് നിറയട്ടെ. കൃപയുടെ അഭിഷേകം കൊണ്ട് പൂരിതമാകട്ടെ. പ്രാർത്ഥന ചൈതന്യം കൊണ്ട് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇത് സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുലിഖിതം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Come, Lord Jesus.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. എല്ലാ ദൈവമക്കളും മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം കുടുംബത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൻ്റെ എല്ലാം കർത്താവും അധിപതിയുമായി യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുകയാണ്. യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നിടത്ത് സാത്താൻ അലറിക്കൊണ്ട് ഓടി മറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് യേശുവിനെ ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, ദൈവമേ, പിതാവേ, നീ എന്നും മതിയായവൻ. ഹൃദയം നുറുങ്ങി വിളിക്കുന്നു. യേശുവേ, യേശുവേ, ദൈവമേ, യേശുവേ. നീ എന്നും മതിയായവൻ. കുട്ടികളും മുതിർന്നവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ,